സർ, നേപ്പാളിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കി അവർ പ്രധാനമന്ത്രിയാകണമെന്നാണ് ആവശ്യം. ഒന്ന്, അങ്ങനെ ജഡ്ജ് ആയിരുന്ന ഒരാളെ അവിടുത്തെ നിയമപ്രകാരം പ്രധാനമന്ത്രിയാകാൻ പാടില്ല എന്ന് പറയുന്നു എന്ന് കേൾക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഇവരുടെ ഭർത്താവ് വിമാനം റാഞ്ചിയ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്ന് പറയുന്നു. അവരുടെ ഭർത്താവ് വിമാനം റാഞ്ചിയ ആളാണ്. വിമാനം റാഞ്ചി ദുർഗാ പ്രസാദ് സുബേദി എന്നാണ് അങ്ങേരുടെ പേര്. അങ്ങേരെ ഇന്ത്യയിലാണെന്ന് അറസ്റ്റ് ചെയ്തത് വിമാനം റാഞ്ചിയപ്പോൾ. നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വിമാന റാഞ്ചൽ ആയിരുന്നു അത്. 1973 ജൂൺ 10 റോയൽ നേപ്പാൾ എയർലൈൻസിൻ്റെ DHC-6 ട്വിൻ ഓട്ടർ വിമാനം ആണ് റാഞ്ചിയത്. ആ വിമാനം നേപ്പാൾ മേടിച്ചത് 2 കൊല്ലം മുമ്പ് 1971 അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള 30 ലക്ഷം രൂപ കറൻസി അങ്ങോട്ട് കാഠ്മണ്ഡുവിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് ബിരാത് നഗറിൽ വെച്ചിട്ട് റാഞ്ചിയിട്ട് ഈ വിമാനം ബീഹാറിൽ ഫോബ്സ് ഗഞ്ചിൽ കൊണ്ടുവന്ന് ഇറക്കി ഈ 30 ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഡാർജിലിംഗിലേക്ക് കൊണ്ടുപോയി. 30 ലക്ഷം രൂപ സായുധ വിപ്ലവം നടത്താനായിട്ട് കാശുണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവിനെ പുറത്താക്കിയിട്ട് സായുധ വിപ്ലവം വഴി ജനാധിപത്യം കൊണ്ടുവരാനുള്ള 30 ലക്ഷം രൂപ ആണ് ഈ വിമാനം റാഞ്ചിയിട്ട് ഉണ്ടാക്കിയത്. ഇയാളുടെ തന്നെ ആശയമായിരുന്നു ഇവരുടെ ഭർത്താവായ ഈ ദുർഗാ പ്രസാദ് സുബേദി. ഇവര് നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സ്ത്രീയാണ് ഇവര്, അല്ലേ? പൊളിറ്റിക്സ് MA സുശീല കർക്കി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അവർ കണ്ടതാണ് ഈ ദുർഗാ പ്രസാദ് സുബേദിയെ. അയാൾ നേപ്പാൾ കോൺഗ്രസിന്റെ യുവ വിഭാഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന്, നേപ്പാൾ കോൺഗ്രസ്. അപ്പോൾ അവിടെ വെച്ച് പ്രണയിച്ച് വിവാഹം ചെയ്ത് അതിനുശേഷം വിമാനം റാഞ്ചിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഇവര് പ്രധാനമന്ത്രിയാകുന്നുള്ളൊരു തോന്നൽ ഉണ്ടായപ്പോൾ, ഇവർ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ ഈ സുബേദിയുടെ വിവരങ്ങളും നോക്കിയതാണ്. ഇയാളുടെ ഒരു ചിത്രം പോലും കിട്ടാത്ത വണ്ണം ഇതൊക്കെ നീക്കം ചെയ്തിരുന്നതായിട്ട് അപ്പം നമുക്ക് തോന്നുമായിരുന്നു. അപ്പോൾ ബിരാത് നഗർ, കാഠ്മണ്ഡു ബിരാത് നഗറിൽ വെച്ചിട്ടാണ് ഈ 19 യാത്രക്കാരുണ്ടായിരുന്നു അന്ന്. ആ യാത്രക്കാരിൽ ഒരാൾ ഇന്ത്യയിൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദി ചലച്ചിത്ര നടി മാലാ സിൻഹ ആയിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ബിരാത് നഗറിലെ ബാങ്കുകളിൽ നിന്നാണ് ഇത് കൊണ്ടുപോകുന്നത് പണം എന്നുള്ള വിവരമൊക്കെ അത് ബാങ്കിൽ നിന്നുള്ള ഒരു സ്റ്റാഫ് തന്നെ ഇവരെ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പഴയ പ്രധാനമന്ത്രി ഗിരിജ പ്രസാദ് കൊയ്രാള ആണ് ഈ വിമാന റാഞ്ചൽ ആസൂത്രണം ചെയ്തത്. രാജഭരണത്തിനെതിരെ സായുധ കലാപത്തിന് പണത്തിന് മുട്ടുവന്നപ്പോൾ ചെയ്തതാണ്. കൊയ്രാളയുടെ സഹായി ആയിരുന്നു ഈ ദുർഗാ പ്രസാദ് സുബേദി, ഈ സുശീലയുടെ ഭർത്താവ്. വലിയ അടുപ്പക്കാരനായിരുന്നു, വലങ്കൈ പോലെ. കൊയ്രാളയുടെ ഈ GP കൊയ്രാള എന്നൊക്കെ പറയുമല്ലോ. ഈ കൊയ്രാള കുടുംബത്തിൽ പെട്ടൊരു നടി ഉണ്ടായിരുന്നല്ലോ, മനീഷ കൊയ്രാള. അപ്പോൾ കൊയ്രാളയുടെ സഹായിയായിരുന്നു ഇയാള് പിന്നീട് ഈ അടിയന്തരാവസ്ഥ, നമ്മുടെ അടിയന്തരാവസ്ഥയില്ലേ ഇവിടെ, ആ സമയത്ത് അയാൾക്ക് ജാമ്യമൊക്കെ കിട്ടി മോചിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തു. അയാൾ ബീഹാറിലെ ഫോബ്സ് ഗഞ്ചിൽ ഇത് ലാൻഡ് ചെയ്തത് ഒരു മൈതാനത്തെ പുൽമേട്ടിലായിരുന്നു വിമാനം ലാൻഡ് ചെയ്യിച്ചത്. എന്നിട്ട് പുൽമേട്ടിൽ നിന്ന് ഈ വിമാനം തിരിച്ചുപോയി. ഈ പൈസ അടങ്ങിയ ബാഗ് ഇവർ ഡാർജിലിംഗിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഈ ദുർഗാ പ്രസാദ് സുബേദി ബോംബെയിലേക്ക് തിരിച്ചു വന്നു, ഡൽഹിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് അറസ്റ്റിലാവുന്നത്. അപ്പോൾ INB മന്ത്രി ജയപ്രകാശ് മാത്തെ ജയിലിലേക്ക് അയച്ചത് ഈ സുശീല മറ്റേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോഴാണ്. അവരുടെ ഒരു പ്രാധാന്യം പറയുന്ന അവർ അഴിമതിക്കെതിരെ നിൽക്കുന്ന ആളാണെന്നാണ്. പക്ഷെ അവർക്കെതിരെയും ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പിന്നീട് ജനരോഷം കാരണം ഇംപീച്ച്മെന്റ് പ്രമേയം പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അഴിമതി ബ്യൂറോയുടെ
മേധാവി ലോക്മാർ സിംഗ് കർക്കിയെ ഇവർ നീക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ 2 അഴിമതിക്കെതിരായ പ്രവർത്തനങ്ങൾ അവർ നടത്തിയതായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ അഴിമതി നിരോധന ബ്യൂറോയുടെ മേധാവി കാനഡയിലേക്ക് പ്രവാസിയായിട്ട് പോയി, അഭയം തേടി അങ്ങോട്ട് പോയി. താൽക്കാലികമായിട്ട് ആ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ സുശീലയെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. അപ്പൊ സുപ്രീം കോടതി തന്നെ അത് മാറ്റി, അത് റദ്ദാക്കി. ഇവരെ ചീഫ് ജസ്റ്റിസായിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തതെന്ന്. അപ്പോൾ ഇവർ എക്സിക്യൂട്ടീവിൽ നിരന്തരം ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇംപീച്ച് ചെയ്യാനാണ് അന്ന് ഒരുങ്ങിയിരുന്നത്. അപ്പോൾ നേപ്പാളി കോൺഗ്രസ് സ്ഥാപകനാണ് BP കൊയ്രാള. കൊയ്രാളയുമായി പറഞ്ഞല്ലോ, ഈ കൊയ്രാളയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, റാഞ്ചൽ ആസൂത്രണം ചെയ്ത ആള്. അയാളുമായിട്ട് കുടുംബപരമായി തന്നെ വലിയ ബന്ധമുള്ള ആളാണ് ഈ സുശീല കർക്കി എന്ന് പറയുന്നത്. 2 കുടുംബങ്ങളും തമ്മിൽ നന്നായിട്ട് അറിയാവുന്നതാണ്. നേപ്പാളി കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് സുശീലയെ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പൊ അന്ന് രാജാവന്ന് പഞ്ചായത്ത് സംവിധാനമൊക്കെ വെച്ചിട്ട് ഈ ജനാധിപത്യ ഭരണമൊക്കെ അട്ടിമറിച്ചിരുന്നു. ആ സമയത്താണ് രാജാവിനെ അട്ടിമറിക്കണമെന്ന് ഇവർക്ക് തോന്നിയത്. മഹേന്ദ്ര രാജാവാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആ സമയത്ത് പല നേപ്പാളി കോൺഗ്രസ്സുകാരെയും പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെ ജയിലിലായ ആളാണ് ദുർഗാപ്രസാദ് സുബേദി, ഈ ഭർത്താവ്. ജയിലിൽ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പത്രം വായിക്കുമ്പോൾ ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് 351 അത് ചിലർ റാഞ്ചിയ വാർത്ത വായിച്ചു. അപ്പോൾ മനസ്സിൽ ലഡ്ഡു പൊട്ടി, നമുക്കും ഈ പരിപാടി ചെയ്താലോ എന്ന്. ജപ്പാന്റെ വിമാനം റാഞ്ചിയത്, ഇതുപോലൊന്ന് നമുക്ക് ചെയ്യാം എന്നയാൾ വിചാരിച്ചു. അപ്പൊ ബിരാത് നഗർ നമ്മൾ പറഞ്ഞല്ലോ, ബിരാത് നഗറിൽ നേപ്പാൾ രാഷ്ട്ര ബാങ്ക് ഉണ്ട്. അവിടെ നിന്നാണ് ഈ പൈസ 30 ലക്ഷം കൊണ്ടുപോകുന്നൊക്കെ. ആ രാഷ്ട്ര ബാങ്കിലെ മദൻ ആര്യാൽ ഈ വിവരം കൊടുത്തു ഇയാൾക്ക്, ഇങ്ങനെ ഇവിടുന്ന് ഇത്തരം പൈസയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അയാൾ നേപ്പാൾ കോൺഗ്രസ് അനുഭാവിയായിരിക്കും. അപ്പോൾ ബാങ്ക് വിമാനത്തിൽ ഇന്ത്യൻ കറൻസി ബിരാത് നഗർ വഴിയാണ് കാഠ്മണ്ഡുവിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ കറൻസി എടുത്തിട്ട് 30 ലക്ഷം രൂപ ബിരാത് നഗർ വഴി കാഠ്മണ്ഡുവിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ നാഗേന്ദ്ര ദുംഗൽ, ബസന്ത ഭട്ടറായ് എന്നിവരും വിമാനം റാഞ്ചാനായിട്ട് കൂട്ടത്തിൽ ചേർന്നു. അത് കഴിഞ്ഞ് ആ വിമാനത്തിൽ 3 ക്രൂവും 19 യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത്, ചെറിയ വിമാനം. അപ്പോൾ ജൂൺ 10-ാം തീയതി ബാങ്ക് ഇന്ത്യൻ രൂപ കൊണ്ടുപോകുന്നു. കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ അരാരിയിൽ നിന്നാണ് ഈ പണം എടുത്തിട്ട് കൊണ്ടുപോകുന്നത് ബിരാത് നഗറിലേക്ക്. അപ്പോൾ ബിരാത് നഗർ വഴി കാഠ്മണ്ഡുവിലേക്ക് പോകുന്നു. രാവിലെ 8:30 പുറപ്പെട്ടു. 3 മിനിറ്റിനകം ടേക്ക് ഓഫ് ചെയ്ത് 3 മിനിറ്റിനകം റാഞ്ചികൾ മറ്റേ കോക്പിറ്റിൽ പോയി പൈലറ്റിനെ തോക്ക് കാണിച്ചു, ഞങ്ങളിത് റാഞ്ചിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ ഈ പുൽമേടിൽ കൊണ്ടുപോയി ബീഹാറിൽ ഇറക്കുകയാണ് ചെയ്തത്. ബസന്ത് ഭട്ടറായ്, ദുർഗാ സുബേദി ഈ ഭർത്താവ്, നാഗേന്ദ്ര പ്രസാദ് ദുംഗൽ, ഗിരിജാപ്രസാദ് കൊയ്രാളയും ചക്രപ്രസാദ് ബസ്തോലയും ആണിത് ആസൂത്രണം ചെയ്തതെന്ന് പിന്നീട് കണ്ടെത്തി. ഈ ഡാർജിലിംഗില് BL ശർമ്മ, കൊയ്രാളയുടെ ഒരു സുഹൃത്താണ്, ഈ BL ശർമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഈ പണമടങ്ങിയ ബാഗ് 30 ലക്ഷം രൂപയുടേത് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചത്. ഇന്ത്യക്കാരനായ ഗണേഷ് ശർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പുൽമേടിൽ ഒരു ജീപ്പിൽ വന്ന് ഈ പൈസ എടുത്ത് ഡാർജിലിംഗിലേക്ക് കൊണ്ടുപോയത്. വിമാനം അവിടെ നിന്ന് പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ റാഞ്ചുകൾ പിന്നെ ബനാറസിൽ വന്നു, ബനാറസിൽ നിന്നും മുംബൈയിൽ വന്നു. BP കൊയ്രാള ഡൽഹിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, രാഷ്ട്രീയ അഭയം തേടിയിട്ട്. എന്നിട്ട് കൊയ്രാളയെ ഇടയ്ക്കിടയ്ക്ക് ഈ ദുർഗാപ്രസാദ് സുബേദി കണ്ടുകൊണ്ടിരുന്നു ഡൽഹിയിൽ. അങ്ങനെയാണ് അറസ്റ്റിലായത്. ദുംഗൽ ഒഴികെയുള്ളവരെ മുഴുവൻ ഇന്ത്യയിലാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ സുശീല പ്രധാനമന്ത്രി ആകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭർത്താവ് വിമാന റാഞ്ചി എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ സുശീലയ്ക്ക് പകരം അവിടെ ഒരു വൈദ്യുതി അല്ലേ അതോറിറ്റിയുടെ MD ആയിരുന്ന ആള് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഗാങ്ങും എല്ലാം കൂടി ഈ റാഞ്ചൽ കഥ നന്നായിട്ട് പറഞ്ഞു പരത്തുമല്ലോ. അങ്ങനെയും കൂടി പുറത്തു വന്നായിരിക്കും. പക്ഷെ ഈ റാഞ്ചലിന്റെ വിവരം
അന്ന് റാഞ്ചിയിൽ നിന്നും ഇയാളുടെ പേരുമൊക്കെ അല്ലെങ്കിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു റാഞ്ചിയുടെ ഭാര്യ പ്രധാനമന്ത്രി ആകുമോ എന്നുള്ളതാണ് $1 million ക്വസ്റ്റ്യൻ. ഇപ്പോൾ നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.